ബി രാഗേഷ്, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി, അവരുടെ ചില പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇവിടെ മലയാള സിനിമാ മേഖലയിലെ പ്രൊഡക്ഷൻ ബോയ് മുതൽ സംവിധായകൻ വരെ സിനിമയ്ക്ക് മുന്നിലും അണിയറയിലുമുള്ള എല്ലാ പ്രശ്നങ്ങളും ചർച്ച ചെയ്തു എന്നാണ് പറയുന്നത്. ഈ യഥാർത്ഥത്തിൽ ഈ സംവിധായകരുടെ പ്രശ്നങ്ങൾ എങ്ങനെയാണ് ഈ കോൺക്ലേവിൽ അഭിമുഖീകരിച്ചത്? സംവിധായകരുടെ പ്രശ്നങ്ങളോ? സംവിധായകരന്റെ സഹോദര ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. ഒരു പടം വിജയിച്ചു കഴിഞ്ഞാൽ ആ വിജയത്തിന്റെ പിതൃത്വം ഏറ്റെടുക്കാൻ ഒരുപാട് പേരുണ്ടാവും. പക്ഷെ ആ പടം പരാജയപ്പെട്ടാൽ അനാഥരാകുന്നത് സംവിധായകൻ മാത്രമാണ്. എല്ലാ സംവിധായകർക്കും താങ്കൾക്ക് തോന്നുന്നുണ്ടോ കറക്റ്റായിട്ട് വേതനം കിട്ടുന്നുണ്ടെന്ന്? ഞാനൊരു സംവിധായകനാണ്. കഴിഞ്ഞ 3 സിനിമകളുടെ വേതനം എനിക്ക് കിട്ടിയിട്ടില്ല. അത് നിങ്ങൾക്കറിയാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു പുതിയ നയം വന്നു കഴിഞ്ഞാൽ സംവിധായകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമോ? താങ്കൾക്ക് ഇപ്പൊ ഈ 3 സിനിമയിലെ പണം കിട്ടിയില്ല എന്ന് പറഞ്ഞില്ലേ, അത്തരം പ്രശ്നങ്ങളൊക്കെ പൂർണ്ണമായിട്ടും പരിഹരിക്കപ്പെടുമോ? ഇത്തരം പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടാൻ ഇപ്പൊ തന്നെ സംഘടനയുണ്ട്. പക്ഷെ എന്നെ പോലെ ഞാനൊരു പ്രൊഡ്യൂസറായിട്ട് പ്രവർത്തിച്ച ആളാണ്. എന്റെ 24ാമത്തെ വയസ്സിൽ ശ്രീ മമ്മൂട്ടിയെ വെച്ച് പടം പ്രൊഡ്യൂസ് ചെയ്ത ആളാണ്. സിനിമ പഠിക്കാൻ വേണ്ടി 6 സിനിമകൾ ഞാൻ പ്രൊഡ്യൂസ് ചെയ്തു, 12 സിനിമകൾ ഞാൻ ഡയറക്ട് ചെയ്തു. ഒരു പ്രൊഡ്യൂസറുടെ വേദന എനിക്കറിയാം. എനിക്ക് ഈ ബഹളമുണ്ടാക്കി പൈസ മേടിച്ച് പരിചയമില്ലാത്തതുകൊണ്ടാണ്. ഞങ്ങളുടെ സംഘടനയിൽ ഒരു ലെറ്റർ കൊടുത്താൽ മതി, ഞങ്ങൾക്ക് കാശ് തിരിച്ചു കിട്ടും. പക്ഷെ ഇപ്പൊ കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി ഉണ്ടായി. ഒരു റെഗുലേറ്ററി സിസ്റ്റം വരാൻ പോവാണ്, ഒരു റെഗുലേറ്ററി കമ്മീഷൻ വരാൻ പോവാണ് സർക്കാരിന്. അപ്പൊ അങ്ങനെ വരുമ്പോൾ കുറച്ചും കൂടി ഈ വേതന കാര്യത്തിലൊക്കെ ഒരു ക്ലാരിറ്റി ഉണ്ടാവും, പറ്റിക്കപ്പെടുകയില്ല. അപ്പൊ സംവിധായകർ അനുഭവിക്കുന്ന വേദനകൾ ആർക്ക് പറഞ്ഞാലും മനസ്സിലായി. ഇപ്പൊ പുറത്തുനിന്ന് നോക്കുന്നതിനൊക്കെ ഒരു സംവിധായകനെ സംബന്ധിച്ചിടത്തോളം ഈ മൈറ്റ് ബി ദ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ്, പക്ഷെ അയാൾ അനുഭവിക്കുന്ന ഒരു മനോവ്യഥയുണ്ട്, ടെൻഷനുണ്ട്. അതായത് ഒരു സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് ലേബർ റൂമിൽ കാത്തു നിൽക്കുന്ന ഒരു ഭർത്താവിന്റെ ഇതാണ് ഒരു സംവിധായകനുള്ളത്. കുട്ടി ആണാണോ പെണ്ണാണോ എന്നുള്ളതല്ല, കുട്ടിയായിരിക്കണം, ആരോഗ്യമുള്ളൊരു കുട്ടി വരണമെന്നുള്ളതാണ് ഏതൊരു സംവിധായകനും ആഗ്രഹിക്കുന്നത്. അത് ആണായാലും പെണ്ണായാലും സന്തോഷത്തോടെ സ്വീകരിക്കുക എന്നുള്ളതാണ്. പക്ഷെ അയാൾ ചെയ്ത അയാളുടെ ക്രിയേറ്റീവ് വർക്ക്, അയാളുടെ അനുഭവങ്ങൾ സച്ചിൻ ബാബുക്കാട് റിപ്പോർട്ട് ഇതിലൊക്കെ അറിയാം. അയാളുടെ മനസ്സില് ഒരു സംവിധായകനെ കംപ്ലീറ്റ് ആയിട്ട് അയാളുടെ ഇഷ്ടത്തില് അയാളുടെ മനസ്സിലുള്ള ആർട്ട് ഫോം അല്ലെങ്കിൽ സിനിമ ചെയ്യാൻ പറ്റത്തില്ല. എപ്പോഴും ന്യൂനതകൾ ഉണ്ടാവും. പക്ഷേ പരിമിതമായ ഒരു എൻവയറമെന്റിൽ നിന്നുകൊണ്ടൊരു സിനിമ ചെയ്ത് ആ സിനിമ പ്രേക്ഷകരിലേക്ക് അത് എത്തിച്ചു കഴിഞ്ഞാൽ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടാതിരിക്കാം. പണ്ട് അങ്ങനെയായിരുന്നു. ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ പ്രേക്ഷകന് ഇഷ്ടപ്പെടാതിരിക്കാം. ഇന്ന് റിവ്യൂ ബോംബിംഗ് എന്ന് പറയുന്ന സംഭവം വന്നിരിക്കുകയാണ്. പ്രേക്ഷകരെന്നെ തീരുമാനിക്കുന്നത്. എവിടെയെങ്കിലും ഒരു യൂട്യൂബ് ചാനലിന്റെ മുമ്പിൽ അല്ലെങ്കിൽ ഒരു ക്യാമറയുടെ മുമ്പിൽ നിന്ന് സ്വന്തം ചാനലിലൂടെ തന്റെ ഇഷ്ടം മറ്റുള്ളവരേക്ക് അടിച്ചേൽപ്പിക്കുന്ന റിവ്യൂ ബോംബിംഗ് സമ്പ്രദായം ഇന്ന് കേരളത്തിലുണ്ട്. ഒരു ഇളവുമില്ലല്ലോ. ഒരുവണ്ണം കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ഒരു സിനിമയ്ക്കാരായിട്ട് എന്തെങ്കിലും പോസ്റ്റ് വിളിച്ച് പറയുക, അതിന് നെഗറ്റീവ് പബ്ലിസിറ്റി കൊടുക്കുക, ആ അതിന്റെ അണിയറ പ്രവർത്തകരെയും നടന്മാരെ ഇൻസൾട്ട് ചെയ്യുക, ആ നെഗറ്റീവ് പബ്ലിസിറ്റി കൊണ്ട് ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള കുറെ മൈൻഡ്സ് അതിന്റെ പുറകിൽ പോവുക, എന്നിട്ട് അതിന് റീച്ച് കൊടുക്കുക. ആ റീച്ച് കൊടുക്കുമ്പോൾ അയാളുടെ മോണിറ്റൈസേഷനുമായിട്ട് അയാൾക്ക് പൈസ ഉണ്ടാവുക. അപ്പോൾ കോടിക്കണക്കിന് രൂപ മുടക്കിയ ഒരു നിർമ്മാതാവിന്റെ വേദന, ആ സിനിമ സംവിധാനം ചെയ്ത ഒരു സംവിധായകന്റെ വേദന, അതിനകത്ത് അഭിനയിച്ചവരുടെ ഇത്, ആ എഫേർട്ടൊക്കെ ഒന്നും ഇല്ലാതാവുകയില്ലേ? അപ്പൊ തീർച്ചയായിട്ടും ഇതൊക്കെ അഡ്രസ് ചെയ്യപ്പെടേണ്ട വിഷയമാണ്. ഇതൊക്കെ അഡ്രസ് ചെയ്തിട്ടുണ്ട്. സർക്കാർ ഒരു നിയമം കൊണ്ടുവരും, അത് യാതൊരു സംശയം വേണ്ട. അതൊക്കെയാണ് ഈ ഫിലിം കോൺക്ലേവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സിനിമയെ നശിപ്പിക്കാനല്ല, നല്ല നാളേക്ക് നല്ല സിനിമയുമായിട്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോകും.